ഒക്കെ ഓരോരുത്തരുടെ യുക്തിയാണ്. മനസ്സിലായ? നമ്മൾ പ്രൊപ്രൈറ്റി എന്നുള്ളൊരു വാക്കുണ്ട് ഓരോ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞാനിവിടെ നിലമ്പൂരി ഞങ്ങൾ പരിപാടി വെച്ചിരുന്നത്, ഇതേ മീറ്റിംഗ് ഞങ്ങൾ വെച്ചിരുന്നത്. ഞങ്ങൾ 3 ദിവസത്തെ ദുഃഖാചരണം ഇവിടുത്തെ പോപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഇന്നലെ എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മളെല്ലാം തകർന്നു പോയില്ലേ ഇത് കേട്ടിട്ട്? ഒരു മലയാളി ഉൾപ്പെടെയല്ല 26 പേര്, ഇനി മലയാളി ഇല്ലാന്ന് കരുതി 26 പേര് ടൂറിസ്റ്റുകളായി പോയ ആളുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത്. ഞാനത് അതിനെ കുറിച്ചൊരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഒരു പ്രൊപ്രൈറ്റി ഉണ്ട് ഓരോ കാര്യത്തിൽ. അത് അവരും അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ. അൻവറിന്റെ കാര്യത്തിലൊരു തീരുമാനമായോ? താങ്കൾ അന്നേ പറഞ്ഞൊരു കാര്യമായിരുന്നു, വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടില്ല, വാതിൽ തുറക്കാനുള്ള തരത്തിലുള്ള ചർച്ചകളാണ്. അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പോൾ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. പിന്നെന്താ അതിൻ്റെ അകത്ത് സംശയം? ഇനിയൊരു സംശയത്തിനിടയില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ അന്ന് വാതിൽ അടച്ചിട്ടില്ല എന്ന്. മനസ്സിലായില്ല? അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല. അല്ലല്ല, അതല്ല, അത് UDF അല്ലേ യോഗം കൂടുന്നത്. അദ്ദേഹത്തിന് UDFിലേക്ക് എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ? ആ കാര്യത്തെക്കുറിച്ച് UDFിന്റെ ഘടകകക്ഷികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എല്ലാവരും, കോൺഗ്രസ് ഒറ്റയ്ക്കാണ് തീരുമാനിക്കുന്നത്. അതിൽ ചെറുതും വലുതൊന്നുമില്ല, എല്ലാ ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട്. അപ്പോൾ എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ല, അത് ആരുടെ അനുസ്മരണ ദിനം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിരുന്ന RSSനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവരുണ്ടാക്കി വെച്ചില്ലേ? അപ്പം അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകമില്ല അവർക്ക്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർ പങ്കെടുത്തിട്ടില്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റിക്കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ പൈതൃകം ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല കോൺഗ്രസ്സുകാരെയൊക്കെ പിടിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. സി ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ഒരാളാണ്. സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ്. നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ്. മനസ്സിലായല്ലേ? നമ്മളൊക്കെ മരിച്ചുപോയാലും ഇവർ അത് പറയുമെന്ന് എനിക്ക് പേടി. കോൺഗ്രസ് അവഗണിച്ചു എന്നാണ് ആരോപണം. കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്നുണ്ട്. KPCCയിൽ പരിപാടി നടക്കുന്നുണ്ട്, കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട്, എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിൽ പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ചില്ലെന്ന്